ഗൈസ്, കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, യൂട്യൂബ് ഷോർട്സിലും. അത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അതിൽ അത്യാവശ്യം ഞാൻ വിചാരിച്ചതിന് കൂടുതൽ റീച്ച് കിട്ടി. അതുപോലെ തന്നെ അതിൽ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, നല്ല വീഡിയോ ആണ്, അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഞാൻ അതിൽ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന ഡാഷ് ക്യാമറയുടെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, മെസ്സേജസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് പറഞ്ഞു ഇത് ഫേക്ക് വീഡിയോ ആണ്, ഞാനത് എഡിറ്റ് ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫേക്ക് ആണെന്ന് വിചാരിച്ചവർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി ഞാൻ നമ്മുടെ ഡാഷ് ക്യാമറയുടെ ഒരു ഫുൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ അങ്കമാലിൽ പോയ സമയത്ത് അത്യാവശ്യം നല്ല മഴയായിരുന്നു. എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴയായിരുന്നു അങ്കമാലിൽ. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഗ്ലാസ്സിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂടെ നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല, വൈപ്പർ ഇട്ടിട്ട് പോലും ഒന്നും കാണാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ ഡാഷ് ക്യാമറയിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഡാഷ് ക്യാമറയിൽ ഫ്രണ്ട് വ്യൂ ഉണ്ട്, ബാക്ക് വ്യൂ ഉണ്ട്. അപ്പോൾ ഡാഷ് ക്യാമറയിൽ റിയർ വ്യൂ ആണ് ഇട്ടായിരുന്നത്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ ബാക്കിൽ കാണാൻ നല്ല രസം. അപ്പോൾ അങ്ങനെ ഒരു ഇത് കൗതുകം തോന്നിയാലാണ് ഞാനത് റീൽസ് ഇടാൻ ആ ഒരു ഇത് കണ്ടപ്പോൾ റീൽസ് ഇടാൻ നോക്കിയത്. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചതിനെ കൂടുതൽ വ്യൂസ് അതിന് കിട്ടി. ഈ ഒരു ഡാഷ് ക്യാമറയാണ് നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡാഷ് ക്യാമറയുടെ ഫുൾ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫേക്കാണെന്ന് പറഞ്ഞവർക്കും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് അറിയണം എന്ന് പറഞ്ഞവർക്കും ഒരുപാട് ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ഡീറ്റെയിൽസ് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെയും മെസ്സേജിലൂടെയും ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈക്ലോ സ്റ്റോറീസ്. സൈക്ലോ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബൊലേറോയിലാണ് ഞാൻ ഈ ഒരു ഡാഷ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ആ ഡാഷ് ക്യാമറയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു മിറർ ടൈപ്പ് ഡാഷ് ക്യാമറയാണ്. അതിൽ ആ ഒരു നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഒരു ലോ ലൈറ്റ് ആയിട്ട് പോലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ആ വീഡിയോ കിട്ടുന്നുണ്ട്. അതിന് കാരണം തന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഒന്നാമത് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ആ നമ്പർ പ്ലേറ്റിൻ്റെ മുകളിലായിട്ടാണ്. ശരിക്കും പറയുന്നത് അവിടെ ഫിറ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് വലിയ കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അങ്കമാലിലുള്ള ന്യൂ കാർ ബ്യൂട്ടി ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. അതായത് നമ്മൾ ആ അങ്കമാലിയിൽ നിന്ന് കാലടിക്ക് പോകുമ്പോൾ ആ മൂലൻസ് സൂപ്പർ മാർക്കറ്റൊക്കെ ഇല്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ബ്യൂട്ടി ഷോപ്പിൽ അവിടെ കൊണ്ടു കൊടുത്തപ്പോൾ ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് എനിക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കിലെ ഉള്ളിൽ നിന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വ്യൂ കിട്ടില്ല, നല്ല ക്ലിയർ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കറക്റ്റായിട്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് തന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അത് പുറത്തുനിന്നാകുമ്പോൾ വെള്ളം വീണാൽ പോലും ഒരു പ്രശ്നമില്ലാണ്ട് നമുക്കത് വ്യൂ കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ക്ലിയർ ആയിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയിൽ സൂപ്പർ നൈറ്റ് വിഷൻ ഉണ്ട്. അതുകൊണ്ട് നൈറ്റിലുള്ള വിഷ്വൽസും കാണാൻ നല്ല അടിപൊളിയായിരിക്കും. ഇത് നമ്മൾ വണ്ടി ഓൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഓൺ ആയിക്കോളും. കാരണം നമ്മൾ ഇതിൽ ഹാർഡ്വെയർ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്തേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. കാരണം ഇതിപ്പോൾ വണ്ടി ഒന്ന് ചെറിയ രീതിയിൽ അനങ്ങിയാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ, ഇത് ഓട്ടോമാറ്റിക് റെക്കോർഡിങ് സ്റ്റാർട്ടാവും. അതായത് നമ്മൾ വണ്ടി ഓൺ ആക്കണമെന്നില്ല ഇതിന് റെക്കോർഡിങ് സ്റ്റാർട്ടാവാൻ. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് കണക്റ്റഡ് ആയതുകൊണ്ട് വണ്ടി ഓഫ് ചെയ്യുമ്പോൾ വണ്ടി അത് ഓഫ് ആയിക്കോളും. എന്നിട്ട് എന്തെങ്കിലും ഒരു അനക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് റെക്കോർഡ് ചെയ്യും. അതൊക്കെ നല്ലൊരു ഫീച്ചറാണ് ഇതിൽ. പിന്നെ ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റിയർ ക്യാമറ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഇത് ഇട്ട് വയ്ക്കാറ്. പിന്നെ ഇതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്, ഫ്രണ്ടും ബാക്കും കാണാൻ പറ്റും നമുക്ക്. ഇങ്ങനെ ആണ് ഇപ്പോൾ നമുക്ക് ഇത് കാണുന്നത്, ലെഫ്റ്റിൽ കാണുന്നത് ബാക്കും ഇത് ഫ്രണ്ടും ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ 4K ആണ്, ബാക്ക് ക്യാമറ വരുന്നത് 2.5K ആണ്. രണ്ടിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് സിംഗിളായിട്ട് ഇടാം. ഇതിപ്പോൾ സൈഡ് അങ്ങോട്ട് മാറി, ലെഫ്റ്റ് റൈറ്റ് മാറി. പിന്നെ ഇതിപ്പോൾ ഫ്രണ്ടാണ്, ഫ്രണ്ട് വൈപ്പർ വന്നിട്ട് ഫ്രണ്ട് അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട്. എന്നാലും നമ്മൾ ഗ്ലാസ്സിൽ നിന്ന് കാണുന്നതുകൊണ്ട് ആ ഒരു ഗ്ലാസ്സിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള ഒരു ഇതിൽ വരും. ബാക്കിലെ ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തത് പുറത്തായതുകൊണ്ട് മഴ പെയ്താലൊന്നും ഒരു പ്രശ്നമില്ല, അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടാണ് കാണാൻ പറ്റും. പിന്നെ ഇതിൽ വേറൊരു ഇതെന്നുള്ളത് നമുക്കിവിടെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ ഒരു പോർഷൻ ഈ ഒരു സ്ക്രീൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അത് നമുക്കിവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ബാക്ക് ക്യാമറയിലും നമുക്ക് പറ്റുന്ന ഒരു വ്യൂ നോക്കിയിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാറുള്ളത്. പിന്നെ നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ വോയിസ് എനേബിൾ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ മൈക്രോഫോണോടെയും എനേബിൾ ആകും. അതുപോലെ തന്നെ ഇത് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനാണ്. ഇതിപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പായിട്ട് പുതിയ റെക്കോർഡിങ് സ്റ്റാർട്ടാവും. ആ ഒരു രീതിയിലാണ് ഉള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു റെക്കോർഡിങ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പോർഷൻ ഫോട്ടോ ആയിട്ട് കിട്ടും. പിന്നെ ഇത് എമർജൻസി റെക്കോർഡിങ്. ഇത് നമ്മൾ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എമർജൻസി റെക്കോർഡിംഗ് ആവും. അത് നമുക്ക് റെക്കോർഡിങ് പ്ലേ ചെയ്യുന്ന സമയത്ത്
നമുക്കത് കുറച്ചുകൂടി പെട്ടെന്ന് എമർജൻസി റെക്കോർഡിങ്ങിൻ്റെ ഇതിൽ കിട്ടും. അതായത് നമ്മൾ ആ മെമ്മറി കാർഡ് കോപ്പി ചെയ്യാനെടുക്കുന്ന സമയത്ത് വീഡിയോ എന്നല്ലാണ്ട് ഇവൻ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിലും ഫ്രണ്ട് റിയർ എന്ന് പറഞ്ഞ 2 ഫോൾഡർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ എമർജൻസി ആയിട്ട് റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ അവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഫോട്ടോസും ഫോട്ടോ എന്ന് പറഞ്ഞ ഫോൾഡറിൽ സെപ്പറേറ്റ് കിട്ടും. ശരിക്കും ഇത് റെക്കോർഡാകുമ്പോൾ കംപ്ലീറ്റ് റെക്കോർഡാവുന്നുണ്ട്. അതായത് ഈ ഒരു വ്യൂ ഇപ്പോൾ നമ്മൾ കാണുന്ന വ്യൂ പോലെ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡാവുന്നുണ്ട് ആ ഫ്രെയിം. പക്ഷേ നമുക്ക് ഈ ഒരു വ്യൂ ഡിസ്പ്ലേ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഒരു 11 ഇഞ്ച് സ്ക്രീനാണ് ഇതിൽ. അപ്പോൾ അത് അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. പക്ഷേ റെക്കോർഡാവുന്ന വീഡിയോസിൽ ഇത് പക്കയായിട്ട് റെക്കോർഡ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് റെക്കോർഡ് ചെയ്ത വീഡിയോസ് കാണാൻ പറ്റും. ഇതിൽ കാണുന്ന ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എമർജൻസി ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത് അർജൻറ്റ് ആൽബത്തിലും അല്ലാത്തത് നോർമൽ ആൽബത്തിലും. ഇപ്പോൾ ഫ്രണ്ട് നോർമൽ ആൽബം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെക്കോർഡായ ഇത് നമുക്ക് കാണാം. നമ്മൾ മൈക്രോഫോൺ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് അടക്കം കിട്ടും ഇതിൽ. പിന്നെ റിയർ നോർമൽ ക്യാമറ എടുക്കുകയാണെങ്കിൽ നമുക്ക് റിയർ ക്യാമറയിലെ വിഷ്വൽസും ഇവിടെ നിന്ന് തന്നെ നമുക്കിങ്ങനെ കാണാം. ഇത് ഇങ്ങനെ നമുക്ക് ഇതിൽ കാണാം. പിന്നെ നമുക്ക് സിസ്റ്റത്തിലേക്കൊക്കെ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇതുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മെമ്മറി കാർഡ് ഉണ്ട്, മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ആ മെമ്മറി കാർഡ് ഊരി എടുത്തിട്ട് മാത്രമേ ഇതിൽ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. കാരണം ചില ഇതിലൊക്കെ വൈഫൈ ഉണ്ട്, ഡയറക്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫോണിലേക്ക് ഡയറക്റ്റ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ സെറ്റിങ്സിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റെസൊല്യൂഷൻ നമുക്ക് ഫ്രണ്ട് 4K ബാക്ക് 2.5K, അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും 2.5K ഇടാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ 4K ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്, ഈ ഒരു ദിവസത്തെ ഡാറ്റ നമുക്ക് ഇതിൽ സ്റ്റോർ ആവുള്ളൂ. കാരണം അത്യാവശ്യം നല്ല സൈസ് ഉള്ളതുകൊണ്ട് 128 ആണ് മാക്സിമം. ഞാനിത് 128ൻ്റെ തന്നെ മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ പോലും ഒരു ദിവസത്തെ ഡാറ്റ നമുക്ക് സ്റ്റോർ ആവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ മെമ്മറി കാർഡ് ഊരി വെച്ചിട്ട് അത് കോപ്പി ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതുകൊണ്ട് നമുക്കത് മിസ്സായി പോകും. അപ്പോൾ പിന്നെ ഉള്ളത് സ്പ്ലിറ്റ് ടൈമാണ്. സ്പ്ലിറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1 മിനിറ്റാണ് കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ അത് 1 മിനിറ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടായിരിക്കും റെക്കോർഡ് ആവുണ്ടാവുക. അത് 5 മിനിറ്റ് കൊടുത്താൽ 5 മിനിറ്റ് വീഡിയോ ആയിട്ട് റെക്കോർഡ് ആവും. പിന്നെ സൗണ്ട് റെക്കോർഡിങ് ഓഫും ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് അത് ചെയ്യാൻ പറ്റും. പിന്നെ സെൻസർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ഇപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അനങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എമർജൻസി എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കത് വേറെ റെക്കോർഡിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഹൈ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല സെൻസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ തന്നെ വണ്ടി ഓട്ടോമാറ്റിക് ഇതിപ്പോൾ വണ്ടി നിർത്തി വെച്ചിട്ടുണ്ടെങ്കിലും അത് വീഡിയോ റെക്കോർഡും. കാരണം നമ്മളിത് കണക്ട് ചെയ്ത് ചെയ്യുന്നത് ഹാർഡ്വെയർ കിറ്റ് വെച്ചിട്ടുണ്ട്. ഹാർഡ്വെയർ കിറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇവിടെ റൈറ്റ് സൈഡിൽ വെറുതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സെറ്റിങ്സിൽ വരുന്നത് ഡിസ്പ്ലേ മോഡ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നില്ല. ആ സെയിം കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. റിയർ മാത്രം, ഫ്രണ്ട് മാത്രം, പിന്നെ ലെഫ്റ്റിൽ പ്രിവ്യൂ, അങ്ങനെ ആ ഒരു സെറ്റപ്പ് അത് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. പിന്നെ റിയർ ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് അത് നമുക്ക് ഇങ്ങനെ മിറർ കാണുന്ന പോലെ ആ ഒരു ഇതിൽ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ സെൽഫി ക്യാമറയിലൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ ആ ഒരു സെറ്റപ്പ്. പിന്നെ ഇതിൽ വരുന്നത് ടൈം സോൺ സെറ്റിങ്സ് ഉണ്ട്, സ്പീഡ് യൂണിറ്റ് ഉണ്ട്. സ്പീഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലാണ് നമ്മളിതിൽ സ്പീഡ് കാണിക്കുന്നു പറയല്ലേ, നമ്മൾ പോയ സ്പീഡൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ അത് കാണിക്കേണ്ട ഒരു യൂണിറ്റ്. പിന്നെ GPS ഇൻഫോ, ടൈം സെറ്റിങ്സ്, അതുപോലെ തന്നെ ഫോർമാറ്റ് SD കാർഡ് തുടങ്ങിയ കുറേ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മൾ ഫിറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ഇട്ടിട്ടാണ് ഫിറ്റ് ചെയ്തതാണ്. ഇതിലേക്ക് ഫ്രണ്ട് ക്യാമറ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ. നമ്മൾ ഫ്രണ്ട് വ്യൂ ബാക്ക് വ്യൂ എന്ത് വെച്ചാലും റിവേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ബാക്ക് ക്യാമറ കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് റിവേഴ്സ് ക്യാമറയും അതുപോലെ തന്നെ ആ ഒരു ബാക്കിൽ ഒരു അസിസ്റ്റൻസ് ആയിട്ടുള്ളൊരു ലെൻസിൽ കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഈ ക്യാമറയും നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഫുൾ എങ്ങനെയാണെന്നുള്ളത് കാണുന്നത്, ടയറടിക്കുന്ന പോർഷനാണ് കാണുന്നത്. ശരിക്കും ഇതിൻ്റെ ആ ഒരു ലോ ലൈറ്റ് പെർഫോമൻസും അതുപോലെ തന്നെ ആ ഒരു സ്റ്റെബിലൈസേഷൻ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടാ. എന്നാലും നമ്മൾ ശരിക്കും ക്യാമറയിലേക്ക് എടുക്കുന്ന പോലെ അത്രയും ഭയങ്കര ക്വാളിറ്റി ആയിട്ടൊന്നും കിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം.
ഇതിൽ മെമ്മറി കാർഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഫോൾഡേഴ്സാണ്. അതിൽ വീഡിയോ എന്ന് പറഞ്ഞ ഫോൾഡറിൽ എഫും ആറുണ്ട്. എഫ് എന്ന് പറഞ്ഞ ഫ്രണ്ടും ആർ എന്ന് പറഞ്ഞ റിയറിലുള്ള വീഡിയോസാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ VLC പ്ലെയറിൽ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു .ts എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് സേവ് ആവുന്നത്. അതുകൊണ്ട് എല്ലാ ഫോണിലും അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള ആപ്ലിക്കേഷൻസിലും ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. VLCയിൽ എന്തായാലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ റെഡ് ടൈഗറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ അതിന് നമ്മൾ പോയ സ്പീഡ്, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ പോയി, അതുപോലെ തന്നെ നമ്മൾ പോയ ആ ഒരു മാപ്പ് അടക്കം നമുക്കതിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു .ts ഫോർമാറ്റിൽ സേവ് ആവുന്നത്. അത് അത്യാവശ്യം നല്ല അടിപൊളിയാണ് നമുക്ക്, കാരണം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഇതേ ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്, റിയർ വ്യൂ ക്യാമറയിലുള്ള വ്യൂ ആണ്. ഈ സെയിം തന്നെ നമ്മൾ ഈ സെയിം ടൈമിൽ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും ഒരേ സമയത്ത് തന്നെ അവിടെ സേവ് ആവുന്നുണ്ട്. ഒരു മിനിറ്റ് വെച്ചിട്ടുള്ള വീഡിയോസായിട്ടാണ് സേവ് ചെയ്യുന്നത്. കാരണം ഞാൻ അതിൽ സേവ് ചെയ്ത് വെച്ചിരുന്നത് 1 മിനിറ്റ് വീഡിയോ എന്നാണ്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ 2 ഫോൾഡറിലായിട്ട് സേവ് ചെയ്യും. ഇതുപോലെ ലോ ലൈറ്റിൽ കാണുന്നൊരു വീഡിയോ ആണ്. അത്യാവശ്യം നല്ലൊരു ലൈറ്റിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം നീറ്റായിട്ട് ഒരുപാട് വണ്ടിയിൽ നിന്ന് വെളിച്ചം വന്നാലും കുറേയൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു കാര്യമുള്ളതുണ്ടെങ്കിൽ ഈ TS എന്ന് പറഞ്ഞ ഫോർമാറ്റിനെ VLC പ്ലെയർ വെച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ. അങ്ങനെ VLC പ്ലെയർ വെച്ചിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എനിക്കത് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഇതിലേക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്ത വീഡിയോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലെയും അതുപോലെ തന്നെ റിയറിലെയും വീഡിയോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു കിട്ടാം. ഞാനിത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് 16,990 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് 16,190 രൂപയുള്ളൂ. അത്യാവശ്യം ഇതിൽ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. GPS ഉണ്ട്, പിന്നെ മെമ്മറി കാർഡ്, സൂപ്പർ നൈറ്റ് വിഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവർ ആ ഡിഫറൻസ് വേറെ ക്യാമറയിൽ കാണുന്നത് ഇതിൽ കാണുന്നതിൻ്റെയൊക്കെ ആ ഒരു ഡിഫറൻസൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ട് അങ്കമാലിൽ അവിടെ ബ്യൂട്ടി ഷോപ്പിൽ അവർ ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ വാങ്ങി അവിടെ കൊണ്ടുകൊടുത്ത് ഫിറ്റ് ചെയ്യാനുണ്ടായത്. അതുപോലെ തന്നെ ഒരു 1,899 രൂപയ്ക്ക് അവരുടെ ഹാർഡ്വെയർ കിറ്റ് കൂടി വാങ്ങിച്ചിട്ട്, അത് കിറ്റ് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് അത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് ബാറ്ററിയിലേക്ക് ഫിറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് ബാറ്ററിക്കൊന്നും പ്രശ്നമൊന്നുമില്ല ഇതുവരെ. അത് ഭയങ്കര ലോ ബാറ്ററി നമുക്ക് അതിലെടുക്കുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു സമയത്ത്, അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം, കൊളീഷനോ കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓണാക്കുമ്പോഴൊക്കെ തന്നെ അത് ഓണായി കിടക്കുള്ളൂ. ചില സമയത്ത് എന്തെങ്കിലും കൊളീഷൻ ഉണ്ടാകുമ്പോൾ ഇത് തന്നെ ഓണായി കിടക്കണം ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടി എവിടെയെങ്കിലൊക്കെ പാർക്ക് ചെയ്ത് പോകുമ്പോൾ. അത് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ഇതുവരെ ബാറ്ററിയുടെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം അത്ര ലോ പവറേ അത് എടുക്കുള്ളൂ. അതെന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ഡാഷ് ക്യാമൊക്കെ വാങ്ങിക്കുമ്പോൾ അതും വാങ്ങിക്കുന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ ചാർജർ സോക്കറ്റിൽ കുത്തി ഇത് സെറ്റപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ഓവറോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. ലോ ലൈറ്റിലും ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു ഡാഷ് ക്യാമറ എന്നുള്ള ഒരു ലെവലിൽ ഈ ക്വാളിറ്റി അത്യാവശ്യം നല്ലത് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫ്രണ്ട് ക്യാമറയ്ക്കും റിയർ ക്യാമറയ്ക്കും കിട്ടുന്നുണ്ട്. ഫ്രണ്ട് 4K, ബാക്ക് റിയർ ആണെങ്കിൽ പോലും ഫ്രണ്ടിലും ബാക്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എമർജൻസി റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് റെക്കോർഡിങ്ങും, പാർക്കിങ്ങിന് സെപ്പറേറ്റ് റെക്കോർഡിങ്, അതുപോലെ തന്നെ സെൻസർ സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പാർക്കിങ്ങിലൊക്കെ ഇട്ടിട്ട് പോയാലും നമുക്ക് അത്യാവശ്യം നല്ലതാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള രീതിയിൽ എല്ലാം തന്നെ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് പോയ സ്പീഡ്, നമ്മൾ പോയ റൂട്ട്, മാപ്പ് അടക്കം നമുക്ക് ആ ഒരു റെഡ് ടൈഗറിൻ്റെ തന്നെ ആ ഒരു ആപ്ലിക്കേഷനിൽ കാണാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയാണ്. ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് വീഡിയോ ഫോണിൽ എടുത്തിട്ടാണെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് VLC പ്ലെയറിൽ നിന്ന് ഇത് കൺവേർട്ട് ചെയ്ത് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡിസ്പ്ലേ മോഡുകളുണ്ട്. നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കാണണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ബാക്ക് മാത്രമായിട്ട് ഇടാം, ഫ്രണ്ട് മാത്രം, അങ്ങനെ മൾട്ടിപ്പിൾ വ്യൂ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൊണ്ട് അടിപൊളിയാണ്. പിന്നെ ടൈം, അതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എങ്കിലും ഇതിൻ്റെ എമൗണ്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് അത്യാവശ്യം കൂടുതലാണ്. കാരണം ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അത്യാവശ്യം ഒരു നല്ല എമൗണ്ട് ഉണ്ട്. പക്ഷെ അതിനുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ ക്യാമറയിൽ നിന്ന് എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വൈഫൈ വെച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ഫോണിലേക്ക് ഇങ്ങനെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. ഡയറക്റ്റ് മെമ്മറി കാർഡ് ഊരി തന്നെ നമ്മളത് കോപ്പി ചെയ്യണം. ഇപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും ട്രാവലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെമ്മറി കാർഡ് ഊരി കോപ്പി ചെയ്യാന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കോപ്പി ചെയ്യാൻ അത്യാവശ്യം നല്ല സൈസും ഉണ്ട് ഇതിന്. അതുകൊണ്ട് ആ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ 4K 2K വെച്ചിട്ടാണ് ഇടണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 4K റെക്കോർഡിംഗ് ആയതുകൊണ്ട് ഒരു ദിവസത്തെ ഡാറ്റ നമുക്ക് അതിൽ കിട്ടുള്ളൂ. അത്ര അതിൽ സേവ് ആവുള്ളൂ. 128 ഇട്ടിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മെമ്മറി കാർഡിൻ്റെ ഒരു സൈസ് മാക്സിമം ഉള്ളത് കൂട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചധികം വീഡിയോസ് റെക്കോർഡ് ചെയ്യാറ്. അതുപോലെ പിന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കോപ്പി ചെയ്യാനുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു റെഡ് ടൈഗറിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്കത് കാണാൻ പറ്റുമെങ്കിൽ അതിൽ തന്നെ ഒരു കൺവെർട്ടർ ഞാൻ കണ്ടില്ല. അതായത് TS MP4 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കൺവെർട്ടർ കണ്ടില്ല. അതിനിപ്പോൾ നമ്മൾ വേറെ ആപ്ലിക്കേഷൻസൊക്കെ നോക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. പിന്നെ ഇതിൻ്റെ ടച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടച്ച് കുറച്ച് ഹാർഡാണ്. നമ്മൾ പെട്ടെന്നൊന്നും ഭയങ്കര രീതിയിൽ ടച്ച് ആവില്ല. എന്നാലും അത് വലിയ യൂസ് ഇല്ല. കാരണം നമ്മൾ എപ്പോഴും അതുമ്പോൾ പോയി ഒന്നും സെറ്റ് ചെയ്യാൻ പോകണില്ലല്ലോ. പിന്നെ ആ ഒരു എന്താ പറയുക, നമുക്കിപ്പോൾ വണ്ടിയിലെ വോയിസ് അടക്കം റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിൽ മൈക്രോഫോണൊക്കെ ഉള്ളതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണ്. അത്യാവശ്യം പിന്നെ എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിൽ പിടിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമർജൻസി സമയത്തുള്ളത് സെപ്പറേറ്റ് ഫോൾഡർ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വീഡിയോ നമുക്ക് മെമ്മറി കാർഡിൽ നിന്ന് തന്നെ എടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉള്ളതുകൊണ്ട് അത് അടിപൊളിയാണ്. ഫോട്ടോസൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, അതും ഒരു ബട്ടൺമേൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ആയിട്ട് വേറെ ഫോൾഡറിൽ സേവ് ആവും. അതൊക്കെ നൈസാണ്. എന്തായാലും ഒരുപാട് ഗുണങ്ങളുണ്ട് എങ്കിൽ പോലും ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഭയങ്കര ഒരു എന്താ പറയുക DSLR അല്ലെങ്കിൽ ഐഫോണിൽ ഒക്കെ കാണുന്നുള്ള രീതിയിലുള്ള വലിയൊരു പെർഫോമൻസ് അല്ല ക്യാമറയിൽ പറഞ്ഞാൽ. അത്യാവശ്യം തിരക്കില്ലാത്ത ഡാഷ്ബോർഡിലുള്ള ഒരു പെർഫോമൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കോപ്പിയൊക്കെ ചെയ്യാൻ പറ്റിയ വൈഫൈയും കൂടി എനേബിൾഡ് ഉണ്ടായതും അതുപോലെ തന്നെ കുറച്ചുകൂടി മെമ്മറി കപ്പാസിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാനും അതുപോലെ കമൻ്റ് ഇടാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മാക്സിമം നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.